എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, അല്ലെ, TV, അതുപോലെ തന്നെ റേഡിയോ, ഇതിനകത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റിനെ കുറിച്ചാണ്. നമുക്ക് ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ് കൺസിഡർ ചെയ്യാം. അതായത് ഒരു കപ്പാസിറ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യും. ഒരു പ്ലേറ്റിൽ പോസിറ്റീവും അടുത്ത പ്ലേറ്റിൽ നെഗറ്റീവ്, ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ത് കാണും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാണും. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലെ ഇലക്ട്രിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു Q by epsilon 0. ഇതാണ് ഗോസസ് തിയറം പറഞ്ഞത്. ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് ആയതുകൊണ്ട് ഞാൻ ഫൈ E എന്ന് കൊടുക്കും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ഈ ഫ്ലക്സ് ഇങ്ങനെ, അതായത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഫ്ലക്സ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലക്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എങ്ങനെ നമുക്ക് എഴുതാം? അതായത് d/dt ഓഫ് ഫൈ, ഇങ്ങനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് എഴുതുന്നത്. അപ്പൊ ഇവിടെ d/dt കൊടുത്തപ്പോൾ റൈറ്റ് സൈഡിലും d/dt കൊടുക്കണം. ദെൻ d/dt ഓഫ് Q by epsilon 0, ഇങ്ങനെ നമുക്ക് കൊടുക്കാം, അല്ലെ? നമുക്കറിയാം എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. അത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ ഈ എപ്സിലോൺ 0 നമുക്ക് മുന്നിൽ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ d/E/dt is equal to 1/epsilon 0 into dq/dt, ഇങ്ങനെയായി, അല്ലെ? അതായത് സമയത്തിനനുസരിച്ച് ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജസിന് ചേഞ്ച് ഉണ്ട്, അല്ലെ? ഇനി നമുക്കറിയാം dq/dt is equal to, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത ഇക്വേഷൻ ഇങ്ങനെ വരും. ദെൻ dq/dt is equal to, അപ്പോൾ ഈ എപ്സിലോൺ 0 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പോൾ എപ്സിലോൺ 0 ഇൻറ്റു നമുക്ക് എഴുതാം d/E/dt, അല്ലെ? നമുക്കറിയാം dq/dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്, അല്ലെ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ അല്ലേ കറണ്ട് എന്ന് വിളിക്കുന്നത്, ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ dq/dt എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്, I. എങ്ങനെയാണ് ഈ കറണ്ട് ഉണ്ടാകുന്നത്? ഈ റൈറ്റ് സൈഡ് നോക്കിയാൽ അറിയാം d/E/dt എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ആണ് ഫൈ. ഈ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുന്നു, അതാണ് d/E/dt എന്ന് പറഞ്ഞാൽ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സ്, സമയത്തിനനുസരിച്ച് ഫ്ലെക്സിനുണ്ടാകുന്ന മാറ്റം. ഈ ഫ്ലെക്സ് മാറുമ്പോഴാണ് ഈ കറണ്ട് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യും, അല്ലെ? അടുത്തൊരു ചാർജ് കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഫ്ലെക്സ് ലൈൻ കൂടെ വരും. ഇങ്ങനെ ഫ്ലെക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ് ഈ കറണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ID, അതായത് ID എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കാം. മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പൊ എന്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു കപ്പാസിറ്ററിനുള്ളിലൂടെ പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ dq/dt ഒരു ID എന്ന് കൊടുത്താൽ ID is equal to ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് is equal to epsilon 0 d/E/dt, അല്ലെ? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ. നമുക്കറിയാം ഒരു കപ്പാസിറ്ററിലൂടെ DC കടത്തിവിട്ടാൽ, ഡയറക്റ്റ് കറണ്ട് കടത്തിവിട്ടാൽ അത് പാസ് ചെയ്യത്തില്ല. കാരണം കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യും ചാർജസിനെ, ഇല്ലേ? അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഇൻസുലേറ്റർ അല്ലേ, അതുകൊണ്ട് ഇത് കറണ്ടിനെ കടത്തിവിടത്തില്ല. പക്ഷെ ഒരു AC കടത്തിവിട്ടാൽ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഡയറക്ഷൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കും, ഇല്ലേ? അപ്പോൾ നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആകുമ്പോൾ ഈ കപ്പാസിറ്ററിലെ ചാർജസ് ഇങ്ങനെ കൂടുകയും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇത് കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ
പോളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ മാറുമ്പോൾ കപ്പാസിറ്ററിലെ പോളാരിറ്റി മാറും അല്ലെ. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത സൈക്കിൾ വരുമ്പോൾ ഇപ്പുറത്ത് നെഗറ്റീവ് ആയിട്ട് കപ്പാസിറ്റർ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചാർജ് ചെയ്യുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതായത് ഒരു കപ്പാസിറ്ററിലൂടെ AC കടന്നു പോകുമ്പോൾ അതിനുള്ളിലെ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് ഫ്ലെക്സ് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സ് ലൈൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് ചേഞ്ച് ചെയ്യത്തേ ഉള്ളൂ. ആ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പക്ഷെ AC എന്താണ്, കറണ്ട് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കപ്പാസിറ്റർ ഇങ്ങനെ ചാർജ് ചെയ്യും, പിന്നെ അതെല്ലാം ഡിസ്ചാർജ് ചെയ്യും, ചാർജസ് അങ്ങ് പോകും, പിന്നെ ഓപ്പോസിറ്റ് പോളാരിറ്റിയിൽ ചാർജ് ചെയ്യും, പിന്നെ ഡിസ്ചാർജ് ചെയ്യും. ഇങ്ങനെ ഫ്ലെക്സ് ചേഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലെക്സ് ചേഞ്ച് ഉള്ളത് കൊണ്ട് ഒരു കപ്പാസിറ്ററിനുള്ളിലൂടെ AC കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്ററിലൂടെ ഡയറക്റ്റ് കറണ്ട് കടത്തി വിട്ടാൽ ചാർജ് ചെയ്യുമ്പോൾ മാത്രം ഒരു ചെറിയ കറണ്ട് കടന്നു പോകും, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കടന്നു പോകും. പക്ഷെ ഒരു AC നമ്മൾ കണക്ട് ചെയ്താൽ കണ്ടിന്യൂസ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് എപ്പോഴും അതിനകത്ത് ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവുകയും കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കപ്പാസിറ്ററിനുള്ളിലൂടെ പോകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി കപ്പാസിറ്ററിന് വെളിയിൽ വയറുണ്ടല്ലോ, അതിലൂടെ പോകുന്ന കറണ്ടാണ് IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്. കപ്പാസിറ്ററിനുള്ളിലൂടെ പോകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്ററിനുള്ളിൽ ഒരു ഇൻസുലേറ്റർ ആണ്, പക്ഷെ അതിനുള്ളിലൂടെ AC എങ്ങനെയാണ് കടന്നു പോകുന്നത്, അത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വഴിയാണ് അല്ലെ. ചാർജസിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് അല്ലെങ്കിൽ മാക്സ്വെൽസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സ്വെൽ പറയുന്നത് രണ്ട് രീതിയിലുള്ള കറണ്ട് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ കറണ്ട്, സാധാരണ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം, അതാണ് ഈ കപ്പാസിറ്ററിന്റെ വെളിയിലെ വയറിലൂടെ സംഭവിക്കുന്നത്. ഫ്രീ ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ട്, അതാണ് കണ്ടക്ഷൻ കറണ്ട്. എന്നാൽ കപ്പാസിറ്ററിനുള്ളിലെ ഈ ഫ്ലെക്സ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കപ്പാസിറ്ററിന്റെ ഇൻസൈഡ് എടുത്താൽ, ഇൻസൈഡ് ദി കപ്പാസിറ്റർ എന്താണ്, കണ്ടക്ഷൻ കറണ്ട് IC 0 അല്ലേ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണമുള്ള കറണ്ട് ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഔട്ട്സൈഡ് ദി കപ്പാസിറ്റർ, കപ്പാസിറ്ററിന്റെ വെളിയിലോ, കപ്പാസിറ്ററിന്റെ വെളിയിൽ ID 0 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇല്ല, കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഒരു കപ്പാസിറ്ററിനുള്ളിൽ ID not is equal to 0, കപ്പാസിറ്ററിന്റെ വെളിയിൽ IC not is equal to 0. അപ്പോൾ ഒരു കപ്പാസിറ്ററിന്റെ കേസിൽ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് സം ഓഫ് ദി IC പ്ലസ് ID എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് പ്ലസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു കറണ്ടിനെ കുറിച്ച് പഠിച്ചു. ഇതുവരെ പറഞ്ഞ കറണ്ട് ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കറണ്ടാണ്. അതായത് കപ്പാസിറ്ററിനുള്ളിൽ നമ്മൾ അത് കൺസിഡർ ചെയ്താൽ അവിടെ ഫ്ലെക്സ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കറണ്ട് ഉണ്ട്, അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ചാർജസ് ഒരു പ്ലേറ്റിൽ നിന്ന് അടുത്ത പ്ലേറ്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന കറണ്ട്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ കപ്പാസിറ്ററിനുള്ളിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. കാരണം എന്താണ്, നമുക്കറിയാം കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റൽ പ്ലേറ്റ്സും അതിനിടയ്ക്ക് ഒരു ഇൻസുലേറ്ററുമാണ്. അപ്പൊ എന്തായാലും ഇൻസുലേറ്ററിലൂടെ കറണ്ട് പോകത്തില്ലല്ലോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോണിന്റെ ഫ്ലോ അവിടെ നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ട്രോൺ ഫ്ലോ കാരണം ഉണ്ടാകുന്ന കണ്ടക്ഷൻ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഡയറക്റ്റ് കറണ്ട് കപ്പാസിറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ കപ്പാസിറ്റർ അതിനെ പാസ് ചെയ്യത്തില്ല, സ്റ്റോർ ചെയ്യും ചാർജസിനെ. അപ്പൊ നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാണ്, അതായത് കപ്പാസിറ്ററിൽ അല്ലെങ്കിൽ കപ്പാസിറ്റർ AC-യോടെ ലോ റിയാക്ടൻസ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ AC കപ്പാസിറ്ററിലൂടെ കടന്നു പോകും. അപ്പൊ AC കപ്പാസിറ്ററിലൂടെ കടന്നു പോകാൻ കാരണം ഈ ഫ്ലെക്സ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന എന്ത് കറണ്ടാണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ് അല്ലെ. എന്നാൽ ഡയറക്റ്റ് കറണ്ടിനോട് കപ്പാസിറ്റൻസ് ഹൈ റിയാക്ടൻസ് ആണ് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിലൂടെ ഡയറക്റ്റ് കറണ്ട് DC ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് കടന്നു പോകത്തില്ല, പക്ഷെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഇഷ്ടം പോലെ കടന്നു പോകും. അതിന് കാരണക്കാരൻ ആരാണ്, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പം നോക്കിക്കോണം, കപ്പാസിറ്ററിനുള്ളിലുള്ള കറണ്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, കപ്പാസിറ്ററിന് വെളിയിലുള്ള കറണ്ട് കണ്ടക്ഷൻ കറണ്ട്. ഈ വയറിലൂടെ പോകുന്ന കറണ്ട് കണ്ടക്ഷൻ കറണ്ട്, സാധാരണ ഇലക്ട്രോണിന്റെ ഫ്ലോ കാരണം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ച അതേ കറണ്ട് തന്നെയാണ്, പക്ഷെ അകത്ത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ കറണ്ട് I is equal to IC പ്ലസ് അല്ലെ ID, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ 0 d∅E/dt. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എഴുതാം. മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് നമ്മുടെ ആംബിയർ സർക്യൂട്ടർ ലോ അതൊന്ന് മോഡിഫൈ ചെയ്തു. അതായത് ആംബിയർ സർക്യൂട്ടർ ലോ പറയുന്നത് എന്താണ്, അതായത് നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു അല്ലെ. അപ്പൊ ഈ കണ്ടക്ടറിന് ചുറ്റും ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ ക്ലോസ്ഡ് ലൂപ്പിലൂടെ, അതായത് ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണെങ്കിൽ അല്ലെ, ആംബിയർ സർക്യൂട്ടർ ലോ പറയുന്നത്
ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ എന്ന് പറയുന്നത് ഇതിനുള്ളിലൂടെ പോകുന്ന കറണ്ട് അതിന്റെ എന്താണ് മ്യൂ 0 ടൈംസ് ആണ്, മ്യൂ 0 ആയി. ഇതിനെയാണ് നമ്മൾ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സ്വെൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. കാരണം അവിടെ ഒരു കറണ്ടിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ, കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ച് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. അപ്പോൾ മാക്സ്വെലിന് മനസ്സിലായി ഒരു കപ്പാസിറ്ററിന്റെ ഒക്കെ കേസിൽ രണ്ട് കറണ്ട് ഉണ്ട്, കണ്ടക്ഷൻ കറണ്ടും ഉണ്ട്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഈ കറണ്ട് ഐ ഉണ്ടല്ലോ, രണ്ട് കറണ്ടിന്റെ സമ്മാണ്. ഒന്ന് കണ്ടക്ഷൻ കറണ്ട് ഐ സി പ്ലസ് ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐ ഡി. ഇതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് ടോട്ടൽ കറണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. അതായത് ആംബിയേഴ്സ് സർക്യൂട്ടിലൂടെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. അപ്പൊ കറണ്ടിന് വരെ ഐ സി പ്ലസ് ഐ ഡി എന്ന് കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ ഐ ഈക്വൽ ടു ഐ സി പ്ലസ്, നമുക്കറിയാം ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ഇക്വേഷൻ തൊട്ടു മുമ്പുള്ള സെക്ഷനിൽ പഠിച്ചാണ് എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി അല്ലെ, എങ്ങനെയാ പഠിച്ചത്. അപ്പം ഈ ഐയുടെ സ്ഥാനത്ത് ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയാവും ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ ഈസ് ഈക്വൽ ടു അല്ലെ, അതായത് മ്യൂ 0 ഇൻറ്റു അല്ലെ ഐ സി പ്ലസ് ഐ ഡി, ഇങ്ങനെ വരും. ഐക്ക് പകരം ഐ സി പ്ലസ് ഐ ഡി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ സി പ്ലസ് മ്യൂ 0 ഇൻറ്റു ഐ ഡി അല്ലെ, അല്ലെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു നമ്മൾ ആ മ്യൂ 0 കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ലൈൻ ഇന്റഗ്രൽ ബി ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ സി, ഐ സിക്ക് പകരം കൊടുക്കാനൊന്നുമില്ല, പ്ലസ് നമുക്ക് വേണമെങ്കിൽ ഐ ഡിക്ക് പകരം ഇത് കൊടുക്കാം. ദെൻ മ്യൂ 0 എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി, ഇങ്ങനെ നമുക്ക് എഴുതാം. ദെൻ ഈ ഇക്വേഷനെയാണ് ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് അല്ലെ, ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ആംബിയർ സർക്യൂട്ടറിലോ ആര് ഒന്ന് മോഡിഫൈ ചെയ്തു, മാക്സ്വെൽ മോഡിഫൈ ചെയ്തു. അതുകൊണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് കൊടുക്കാൻ പറ്റത്തില്ല, ആംബിയർ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു, ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ, മാക്സ്വെൽസ് ഇക്വേഷൻ. അപ്പൊ എന്താണ് ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ? അത് എഴുതാൻ ചിലപ്പോഴൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആംബിയർ സർക്യൂട്ടൽ ലോയിലെ ഐക്ക് പകരം രണ്ട് കറണ്ട് കൊടുത്ത് ഐ സി പ്ലസ് ഐ ഡി, ഈ ഐക്ക് പകരം ഐ സി പ്ലസ് ഐ ഡി കൊടുത്ത് എഴുതിയാലും നിങ്ങൾക്ക് ഈ ഇക്വേഷന് മാറി തരും, ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷന് മാറി തരും. അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ടൈം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ഐക്ക് പകരം ഐ സി പ്ലസ് ഐ ഡി എന്ന് ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കറണ്ടിന്റെ സമ്മാണ്, അതായത് കണ്ടക്ഷൻ കറണ്ടും ഇപ്പം പുതിയതായി പഠിച്ച ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. അപ്പൊ ഇതിനെയാണ് എന്താണ് ആംബിയർ മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിൽ മാക്സ്വെൽ ഫോം ചെയ്ത ലോ ആണ് ആംബിയർ മാക്സ്വെൽ ലോ. അപ്പം ആംബിയർ മാക്സ്വെൽ ലോ പറയുന്ന ഇതാണ്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് പെരിമീറ്റർ ആയിട്ട് വരുന്ന ഏതൊരു സർഫസിലെയും ടോട്ടൽ കറണ്ട് രണ്ട് കറണ്ടിന്റെ സമ്മായിരിക്കും. ഒന്ന് കണ്ടക്ഷൻ കറണ്ടും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. ഇതിനെയാണ് ആംബിയർ മാക്സ്വെൽ ലോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ കറണ്ട് ത്രൂ എനി സർഫസ് ഓഫ് വിച്ച് ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ദി പെരിമീറ്റർ ഈസ് ദി സം ഓഫ് ദി കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇതിനെയാണ് ആംബിയർ മാക്സ്വെൽ ലോ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് അല്ലെ, നമ്മളിവിടെ ആംബിയർ സർക്യൂട്ടിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യും, ഒരു സർഫസിന് ചുറ്റും. അങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് പെരിമീറ്റർ ആയിട്ട് വരുന്ന ഏതൊരു സർഫസിലും അല്ലെ, നമ്മളിപ്പോ ഇതൊരു സർഫസ് ആണ്, അപ്പോൾ അതിന്റെ പെരിമീറ്റർ ആയിട്ട് ഒരു ക്ലോസ്ഡ് ലൂപ്പ് വന്നു. അങ്ങനെ വരുന്ന ഏതൊരു സർഫസിലൂടെയുള്ള ആകെ കറണ്ട് രണ്ട് കറണ്ടിന്റെ സമ്മായിരിക്കും. ഒന്ന് കണ്ടക്ഷൻ കറണ്ടും ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും. ഇതിനെയാണ് ആംബിയർ മാക്സ്വെൽ ലോ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ആംബിയർ മാക്സ്വെൽ ലോ? എക്സാമിന് എഴുതാൻ ചോദിക്കാം. അതായത് ടോട്ടൽ കറണ്ട് ത്രൂ എനി സർഫസ് ഓഫ് വിച്ച് ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ദി പെരിമീറ്റർ ഈസ് ദി സം ഓഫ് ദി കണ്ടക്ഷൻ കറണ്ട് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇതിനെയാണ് ആംബിയർ മാക്സ്വെൽ ലോ എന്ന് വിളിക്കുന്നത്. അപ്പൊ മാക്സ്വെൽ പുതിയതായിട്ടൊരു കാര്യം ചെയ്തു. കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല, പുതിയൊരു കറണ്ട് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട്. എന്താണ്? കപ്പാസിറ്ററിനുള്ളിലൂടെ ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ ആംബിയേഴ്സ് ലോ അല്ലെ, ആംബിയേഴ്സ് ലോ ഒന്ന് മോഡിഫൈ ചെയ്തു. അതിനകത്തിലെ കറണ്ടിന് പകരം രണ്ട് കറണ്ട് ചേർത്തു, ഒന്ന് ഐ സിയും ഒന്ന് ഐ ഡിയും ഇല്ലെ, രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ കറണ്ട് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പറയും. അപ്പൊ അങ്ങനെ അദ്ദേഹം ആംബിയേഴ്സ് സർക്യൂട്ടെല്ലാം മോഡിഫൈ ചെയ്തു. അതാണ് ആംബിയർ മാക്സ്വെൽ ലോ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ ഉണ്ടാക്കിയ ഇക്വേഷൻ ആണ്
ആംബിയർ മാക്സ്വൽ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ, ഇത്രയും വരെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടം വരെ എഴുതിയാലും നിങ്ങൾക്ക് ഇതിന് മാർക്ക് കിട്ടും അല്ലെ. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആദ്യം കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാണ്. അപ്പം എങ്ങനെയാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന കപ്പാസിറ്ററിനുള്ളിൽ ഫ്ലെക്സ് ചേഞ്ച് ഉണ്ടാവും. ചാർജ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ഒക്കെ അകത്തെ വരകളുടെ എണ്ണം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ആ ഫ്ലെക്സ് ചേഞ്ച് കാരണം അല്ലെ, അത് കാരണമാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് കാരണം ഉണ്ടാകുന്നത്. ഫ്ലെക്സ് ചേഞ്ച് ഇല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാരണം എന്താണ്, പൂജ്യമാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആംബിയർ മാക്സ്വൽ ഇക്വേഷനും ആംബിയർ മാക്സ്വൽ ലോയും. ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എഴുതാവുന്നതേ ഉള്ളൂ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകളാണ്. തീരത്ത് കിടക്കുന്ന ഒരു കപ്പൽ വളരെ സുരക്ഷിതമാണ്, പക്ഷേ അതിനുവേണ്ടിയല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് തീരത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു കപ്പൽ വളരെ സുരക്ഷിതമാണ്, ഒരു പ്രശ്നം അതിനുണ്ടാകത്തില്ല. പക്ഷെ അത് കടലിലേക്ക് ഇറങ്ങുമ്പോഴാണ് തിരമാലകൾ അതുപോലെ പല പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് അതിന് പടപൊരുതേണ്ടി വരുന്നത് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതം അല്ലെ. നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ. പക്ഷെ നമ്മൾ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു പ്രശ്നമില്ല. പക്ഷെ അതിനുവേണ്ടി അല്ല നമ്മൾ അല്ലെ. അതായത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ പല കാര്യങ്ങളും നേടാൻ വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലെ. ഇപ്പൊ സ്കൂളിൽ പോയി പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോയില്ലെങ്കിൽ ഇല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല, എക്സാമിന്റെ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അങ്ങനെ വെറുതെ വീട്ടിൽ കിടന്നുറങ്ങിയോണ്ട് നിങ്ങൾക്ക് എന്തോ പ്രയോജനം ഉണ്ടാകും അല്ലെ. അതിനുവേണ്ടി അല്ല നമുക്ക് പല ലക്ഷ്യങ്ങളുമുണ്ട് ഇല്ലേ. അപ്പൊ അതുകൊണ്ട് ലക്ഷ്യങ്ങളുള്ളത് കാരണം നമ്മൾ പടപൊരുതി മുന്നോട്ട് പോകണം അല്ലെ. പല പ്രതികൂല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയത്തിൽ എത്തുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് പല പ്രശ്നങ്ങളും വരും. നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ ആ പ്രശ്നങ്ങളെ ചാടിക്കടന്ന് പോവുക അല്ലെ. അല്ലാതെ അത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം ഇല്ല അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുമായിട്ട് പടപൊരുതി വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല എതിർപ്പുകളും ഉണ്ടാവും. അതിനെ ചാടിക്കടന്ന് വേണം നമ്മൾ എന്തിൽ ചെല്ലാൻ, ജീവിത വിജയത്തിൽ ചെല്ലാൻ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.